കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ വൻ തിരക്ക്. പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധം രാവിലെ നടന്നിരുന്നു. ടോൾ ഈടാക്കാതെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഇപ്പോൾ നിലവിലെ സാഹചര്യം? രോഹിണി, ഇന്ന് രാവിലെ മുതലാണ് ഈ കോഴിക്കോട് ബൈപ്പാസിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ ഒളവണ്ണ ഭാഗത്ത് ഇന്ന് മുതലാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇന്ന് ടോൾ പിരിവ് ആരംഭിച്ചത്. ഇത് ടോൾ പിരിവിൻ്റെ വിജ്ഞാപനം വന്ന മുതൽ തന്നെ കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് 8 മണിയോടുകൂടി കോൺഗ്രസ്സുകാരുടെ വലിയൊരു തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. തുടർന്ന് ഇവിടുന്ന് പ്രവർത്തകരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഒരു വാഹനപ്പെരുപ്പമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുറേ സമയങ്ങളിൽ വാഹനങ്ങൾക്ക് ടോൾ നിരക്ക് ഈടാക്കാതെ കടത്തിവിടുന്ന ഒരു സംഭവം ഉണ്ടായി. കാരണം വാഹനങ്ങളുടെ വലിയൊരു നീണ്ട നിര ഈ ടോൾ ബൂത്തിന് സമീപത്തുണ്ടായിരുന്നു. വലിയ തോതിലുള്ള ജനത്തിരക്ക് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിലുള്ളൊരു വാഹനപ്പെരുപ്പം തന്നെയാണ് ഈ ടോൾ ബൂത്തിന് സമീപം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ ഇന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ പ്രതിഷേധം, അതായത് ഈ സർവീസ് റോഡിൻ്റെ പണി ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഈ ഒരു കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. അതായത് പരിസര പ്രദേശങ്ങളിലുള്ളവരെ ടോളിൽ നിന്നും ഒഴിവാക്കണം, അതുപോലെ തന്നെ സർവീസിൻ്റെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധമാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടുന്ന് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. നിലവിൽ നമുക്ക് ഏകദേശം സമാധാനപരമാണ് നിലവിലെ സാഹചര്യങ്ങളെന്ന് പറയാൻ കഴിയുമെങ്കിലും വലിയ തോതിലുള്ള വാഹനങ്ങളുടെ പെരുപ്പം നമുക്ക് ഈ ടോൾ ബൂത്തിന് സമീപം കാണാം. അല്പസമയങ്ങൾക്ക് മുൻപാണ് വലിയ തോതിലുള്ള ഒരു വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടായതിനെ തുടർന്ന് ടോൾ ഈടാക്കാതെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ നിരവധി പോലീസുകാരെ ഇവിടെ വലിയ തോതിൽ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരില്ല, സമാധാനപരമാണ് സാഹചര്യം എന്ന് പറയാമെങ്കിലും വലിയ തോതിലുള്ള ഒരു നിര വാഹനങ്ങളുടെ ഇപ്പോൾ ഉണ്ട് രോഹിണി. ശരി, രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ പ്രതിഷേധം നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ടോൾ ഇപ്പോൾ ഈടാക്കാതെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത്.